ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഇപ്പം വയനാട്ടിലെത്തി ഞാൻ. അതെ, ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പം വയനാട്ടിലെത്തിയിട്ടുണ്ട്. പോടാ. അപ്പം ഞങ്ങളിപ്പോൾ വയനാട്ടിലെത്തി. ആക്ച്വലി ഞങ്ങളിപ്പോൾ പോകുന്നത് സേഫർക്കാട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അതിന് മുമ്പ് പൂക്കോട് ലേക്കിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പൂക്കോട് ലേക്കിലോട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വരെ എത്തിയ ട്രിപ്പ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ. ഞങ്ങൾ ഇതിനിടയ്ക്ക് ബിരിയാണി വയ്ക്കാൻ കോഴിക്കോട് ഇറങ്ങി. പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അവരെ കാണിച്ചു തരാം. ഇൻട്രോ ഒക്കെ കണ്ടില്ലേ? എന്നാലും ഒരു കുഞ്ഞു വെൽക്കം എൻ്റെ സൈഡിൽ നിന്ന്. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഇന്ന് ഈ സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങൾ രാവിലെ എങ്ങോട്ടേക്ക് പോകാമെന്നറിയും? വയനാട്ടിലേക്ക് പോവാണേ. സേഫർക്കാട് ഫ്രണ്ട് ബ്രിജേഷ് എന്ന് പറയുന്നൊരു ചേട്ടൻ്റെ വീട് വയനാടാണ്. അപ്പോൾ കുറേ നാളായിട്ട് ആ ചേട്ടൻ സേഫർക്കായെ വിളിക്കുന്നുണ്ട്. അപ്പം സേഫർക്കാരൻ നാളെ തോന്നിയപ്പോഴത്തേക്ക് ഞങ്ങളും കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് വഴി പോയതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ കുറേയധികം പ്ലാൻസ് കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈവേ വഴിയാട്ടോ ഞാൻ പോയത്. എൻ്റെ അമ്മോ, എന്നാ കിടിലം റോഡാണെന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര സമാധാനമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടേക്കാണെന്നറിയാം? ആക്ച്വലി ഞാൻ എൻ്റെ 5th, 6th, 7th പഠിച്ചിരുന്നത് മലപ്പുറത്താണ്. പാണമ്പ്രയിലുള്ള ക്രസൻറ്റ് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഈ സ്കൂളിലായിരുന്നു 3 വർഷം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3 വർഷം ഇവിടെയെന്ന് വെച്ചാൽ വാപ്പിക്ക് 3 വർഷം ഇവിടെയായിരുന്നു ജോലി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങൾ ഇവിടെയാണ് പഠിച്ചത്, ഞാനും അനിയനും. പിന്നെ ഇത്ര ഒരു വർഷം ഉണ്ടായുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ച വീടാണ്. ഇതിപ്പോൾ വേറെ എന്തോ ആയിട്ടുണ്ട്. നൊസ്റ്റാൾജിയ ഞങ്ങളുടെ വീടായിരുന്നു കഴിച്ചത്. ഇതൊരു ക്വാർട്ടേഴ്സാ. അയ്യോ, ഭയങ്കര നൊസ്റ്റാൾജിയ അടിക്കുന്നു. ഞങ്ങളേറെ കൊണ്ട് ഒരു 3 years മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ബട്ട് ഇതൊരു ക്വാർട്ടേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പം ഈ വീട്ടിലായിരുന്നു, ഫസ്റ്റ് കാണുന്ന ആ ഒരു വീട്ടിലാണ്. ഒരു 1 BHK ആണ്, കുഞ്ഞു വീടാണ്. അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് സോ കിടിലം. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ വലിയ പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു കുറ്റിച്ചെറു ബിരിയാണി പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വയനാട് ചുരം കയറാൻ തുടങ്ങി. വയനാട് ചുരത്തിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും ഇവിടെ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചുരം കയറി ഞാൻ വൊമിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉടായി പറക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ പൂക്കോട് ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിൽ അഡ്വഞ്ചറസ് ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു 4:35 ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോട്ടിങ്ങോ കയാക്കിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലേക്ക് ഏകദേശം 6 മണി വരെയാണ്. പക്ഷേ ലേക്കിലേക്ക് ഇറങ്ങുന്നതിനും അതെന്ന് പറഞ്ഞാൽ 5 മണിക്ക് മുമ്പേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ശരിയാക്കണം. പക്ഷെ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇറങ്ങാനൊന്നും പറ്റാഞ്ഞതിൻ്റെ വിഷമമായിരുന്നു. എമ്മിയാണെങ്കിൽ കിടന്ന് വൻ കരച്ചിലായിരുന്നു. അയ്യോ പോകാൻ പറ്റിയില്ല, എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചോദിച്ചിട്ടും ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം മാത്രമേ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ ബ്രിജേശ്വരൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി കൽപ്പറ്റയിലാണ് നമ്മളുടെ ഈ മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൻ്റെ ആ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾമോസ്റ്റ് പരിപാടി, അതായത് ഓൾമോസ്റ്റ് വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 BHKൻ്റെ വീടാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായിരുന്നു. എന്താ പറയുക, ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കിച്ചണും വർക്ക് ഏരിയയും അതേപോലെ ഒരു ഹോളും ഒരു ഡൈനിങ് ഏരിയ, പിന്നെ 2 ബെഡ്റൂം, ബാത്റൂം എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ വീട്ടിലും സോളാറും വെച്ചിട്ടുണ്ടായി. ഇത് കണ്ടപ്പം ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ. കാരണം ഓൾമോസ്റ്റ് എല്ലാ പണിയും ഇനി കുഞ്ഞ് അതായത് വഴിയുടെ പണി, പിന്നെ ചില വീടുകളുടെ പണി ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് ഗവൺമെൻറ് വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഫുള്ള് ചെയ്തേക്കുന്നത്. ടൗൺഷിപ്പിനെ പറ്റി 2 വാക്ക് പറയൂ. ഇതെന്തുവാണെന്നറിയോ? ഇതെന്തുവാണെന്ന് ഉമ്മയുടെ ചോദിക്കും. ഇത് കുറേ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക ഗവൺമെൻറ്. അവന് പിന്നെ അതൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ചൂരൽമലയിലും പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് ഭയങ്കര വിഷമം വരുന്നൊരു പരിപാടി കേട്ടോ അവിടെ പോകുന്നത്. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ ബ്രിജേശ്വരൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി ഫുഡും ഒക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് എടുത്ത്. കാരണം നാളെ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.